ഹലോ, നമ്മളപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കല്യാണ വീട്ടിലുണ്ടാക്കുന്ന അടിപൊളി കിച്ചടി ആട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ ഉപ്പുമാവ് എന്ന് പറഞ്ഞോ നിങ്ങൾ, അല്ലെങ്കിൽ കിച്ചടി എന്ന് പറഞ്ഞോ കേട്ടോ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് കുക്കർ വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായപ്പോൾ കടുക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റ് ആയതിനു ശേഷം നമ്മൾ അതിലേക്ക് ഇഞ്ചിയും പിന്നെ ഉള്ളിയും പിന്നെ പച്ചമുളകും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കുക കേട്ടോ. അത് അത്യാവശ്യം നന്നായി വാടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ക്യാരറ്റും ബീൻസും അരിഞ്ഞ് വെച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റും ബീൻസും ഇട്ടതിന് ശേഷം നമ്മൾ അടുത്തത് പട്ടാണിയാണ് ഇടുന്നത്. എൻ്റെ കയ്യിൽ ഫ്രോസൺ പട്ടാണിയായിരുന്നു, അപ്പോൾ ഞാൻ ഫ്രോസൺ പട്ടാണിയാണ് കേട്ടോ അതിലേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൂടെ ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടുക, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തു കേട്ടോ. അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് വന്നപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഇട്ടത് കുനാന്ന് അരിഞ്ഞ് വെച്ച തക്കാളിയാണ് കേട്ടോ. ഇതുകൂടി ഇതിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് വേണ്ട വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ്. സാധാരണ നമ്മൾ റവ ഉപ്മാവ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് 1 ഗ്ലാസ് റവയ്ക്ക് 1.5 ഗ്ലാസ് വെള്ളം മതി. പക്ഷെ നമ്മളിത് കുറച്ച് കിച്ചടി പോലെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ 1 ഗ്ലാസ് റവയ്ക്ക് നമ്മൾ 2 ഗ്ലാസ് വെള്ളം എന്നുള്ള പോലെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് തള വരുന്നവരെ കാത്തിരുന്നു. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചുകൂടി ഉപ്പ് വേണമായിരുന്നു, അതുകൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടു. പിന്നെ നമ്മൾ റവ അതിലേക്ക് മിക്സ് ചെയ്യാണ് കേട്ടോ. റവ നന്നായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിങ്ങനെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് റവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം അത് അത്യാവശ്യം നന്നായി മിക്സായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. കുക്കർ അടച്ചിട്ട് അതിലൊന്ന് ആവി കയറിയാൽ മതി കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് അതിൽ ആവി പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉപ്പുമാവ് റെഡി.